ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം, അതായത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാറുകൾ മൗനം പാലിക്കുന്നത്? അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ ഇതുവരെ ഒരു അക്ഷരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മോഹൻലാൽ രാജിവെച്ചോ? ആര്യ, മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. അതായത് അമ്മയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെ രാജി വച്ചിരിക്കുന്നു. അദ്ദേഹത്തിനും ഈ സംഘടനയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സംഘടന എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനറൽ സെക്രട്ടറിക്ക് ആദ്യം രാജിവെക്കേണ്ടി വന്നു. പിന്നീടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതിലെ വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, ഇവരെല്ലാം തമ്മിൽ പരസ്പരം ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട്. അതായത് അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി എന്നത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തുടങ്ങിയ ഭിന്നത പിന്നീട് പല വിഷയങ്ങളിലും ഈ സംഘടനയെ പിന്നാലെ ഒരു അഡ്ഹോക് കമ്മിറ്റി, അതായത് ഒരു താൽക്കാലിക ചുമതല, അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേൾക്കുന്നു. അതിന്റെ ചുമതല ആർക്കായിരിക്കും? ജഗദീഷിനായിരിക്കുമോ? അതോ ഒരു സ്ത്രീ, ഒരു വനിത വരുമോ തലപ്പത്തേക്ക്? അക്കാര്യങ്ങളിലെല്ലാം തന്നെ അമ്മ നേതൃത്വത്തിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താരസംഘടന ഈ വിഷയത്തിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞുപോയി. അതിന്റെ പ്രസിഡന്റ് മോഹൻലാലിന് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം സ്വയം രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ സംഘടനയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് ആ സംഘടനാ നേതൃത്വം എത്തപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മോഹൻലാലിന്റെ രാജി വന്നിരിക്കുന്നു. ഇനി എക്സിക്യൂട്ടീവ് പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോവുകയോ അടിയന്തരമായി ഒരു ജനറൽ ബോഡി വിളിച്ച് അതിലേക്ക് പോവുകയോ ചെയ്യേണ്ടി വരും. കാര്യം എല്ലാവരുടെയും തീരുമാനം ഉണ്ടാകണം. അതായത് കൂട്ടായ ഒരു തീരുമാനത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അമ്മ എക്സിക്യൂട്ടീവിലെ 17 അംഗങ്ങളും രാജിവെക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവർ പ്രധാനപ്പെട്ട ഭാരവാഹികൾ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തി ഇനി സംഘടനയ്ക്ക്, ആ ഭാരവാഹികൾക്ക്, അതായത് കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് അമ്മ ചെന്നുപെട്ടു. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ശേഷിച്ച അവർ കൂടി രാജിവെക്കാനായി തയ്യാറായി. അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പൂർണ്ണമായും ഒഴിവായിരിക്കുന്നത്. അതായത് നടൻ മോഹൻലാൽ അടക്കമുള്ളവർ അമ്മയിൽ നിന്ന്, അമ്മ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അതായത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. മറ്റ് 17 എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇനിയൊരു അഡ്ഹോക് കമ്മിറ്റി അമ്മയ്ക്ക് വരേണ്ടി വരും. അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതായത് ഈ സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം പോലും ചേരാൻ കഴിയാത്ത രീതിയിലേക്ക് ആ സംഘടന വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അത്രമാൽ വലിയ ആരോപണങ്ങളാണ് പ്രധാനപ്പെട്ട താരങ്ങളടക്കം നേരിട്ടത്. അങ്ങനെ അഭിപ്രായ ഭിന്നത ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആരോപണ വിധേയരായവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അതിനെ നേരിടരുത് എന്ന് ഇന്നലെ പൃഥ്വിരാജ് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കി. അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ വലിയ പ്രതിരോധത്തിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് താരസംഘടനയായ അമ്മയ്ക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ചോദ്യചിഹ്നം അവർക്ക് മുന്നിൽ വരികയും അതിലെ ഭാരവാഹികൾ പൂർണ്ണമായും രാജിവെക്കാൻ തയ്യാറാകുകയും ചെയ്തിരിക്കുന്നത്. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അമ്മയുടെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പും പ്രതീക്ഷിക്കുകയാണ് ആര്യ. ശരി, ഇനി ആ വാർത്താക്കുറിപ്പിലായിരിക്കും എന്തുകൊണ്ട് രാജി, അതോടൊപ്പം തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും, ഈ 2 വിവരങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇത്